നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്ന ഈ സുപ്രധാന സമയത്ത് രാജ്യം സമുദ്ര സുരക്ഷാ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. റഷ്യയിൽ നിന്ന് ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആക്രമണ അന്തർവാഹിനി പാട്ടത്തിനെടുക്കാനുള്ള കരാർ ഔപചാരികമാകുന്നതിലേക്ക് ഇന്ത്യ അടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയമായ SSN പദ്ധതിയെ ത്വരിതപ്പെടുത്താനും നിലവിലെ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാവുന്ന കപ്പലുകളുടെ എണ്ണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം INS അരിഹന്ത് കമ്മീഷൻ ചെയ്തതിന് ശേഷമുള്ള ഇന്ത്യയുടെ കടൽ അധിഷ്ഠിത തന്ത്രപരമായ പ്രതിരോധത്തിലെ ഏറ്റവും വലിയ ശക്തിപ്പെടുത്തലുകളിൽ ഒന്നാണ്. ഏകദേശം $2 ബില്യൺ വിലമതിക്കുന്ന ഒരു റഷ്യൻ ആണവോർജ ആക്രമണ അന്തർവാഹിനിയുടെ പാട്ടത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ 10 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഇപ്പോൾ അന്തിമ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിലവും അതോടൊപ്പം തന്നെ സാങ്കേതിക ക്രമീകരണങ്ങളും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ചർച്ചകൾ നീണ്ടുപോയിരുന്നുവെങ്കിലും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അടുത്തിടെ റഷ്യൻ കപ്പൽശാല സന്ദർശിച്ചതോടെ പുരോഗതി കൈവരിച്ചു. ഏകദേശം 2 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഈ കപ്പൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 10 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്ന ഈ അന്തർവാഹിനി കരാർ വ്യവസ്ഥകൾ കാരണം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പകരം ഇത് നാവികരെ പരിശീലിപ്പിക്കുന്നതിനും ആണവ അന്തർവാഹിനി പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും പരിഷ്കരിക്കുന്നതിനും ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആക്രമണ അന്തർവാഹിനികളിലേക്കുള്ള മാറ്റത്തിന് നാവികസേനയെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമായും ഉപയോഗിക്കുക. ഈ കരാർ ഒരു ദശാബ്ദകാലം ഇന്ത്യൻ സർവീസിൽ പ്രവർത്തിച്ചിരുന്ന റഷ്യൻ അന്തർവാഹിനി 2021 തിരികെ നൽകിയ മുൻ പാട്ടകാലത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ പാട്ടത്തിനെടുക്കാൻ ഉദ്ദേശിക്കുന്ന അകുല ക്ലാസ് അന്തർവാഹിനി K391 ബ്രാസ്റ്റ് റഷ്യയിൽ $3 മില്യൺ ചെലവിൽ വിപുലമായ നവീകരണ പരിപാടിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഴത്തിലുള്ള ആധുനികവത്കരണം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പ്രക്രിയയിൽ കപ്പലിന്റെ മിക്കവാറും എല്ലാ ഓൺബോർഡ് സിസ്റ്റങ്ങളും മെച്ചപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും ഇത് 800 കിലോമീറ്റർ പരിധിയുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുമായി സംയോജിപ്പിക്കും. ഇത് വെള്ളത്തിനടിയിൽ നിന്ന് കരയിലോ കടലിലോ ഉള്ള ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപരമായ ഓപ്ഷനുകൾ ഗണ്യമായി വികസിപ്പിക്കും. കൂടാതെ മെച്ചപ്പെടുത്തിയ സോണാർ ശ്രേണികളും ശബ്ദ സിഗ്നേച്ചർ കുറയ്ക്കുന്നതിനുള്ള നൂതന അക്കോസ്റ്റിക് നിശബ്ദ സവിശേഷതകളും ഈ കപ്പലിന്റെ പ്രത്യേകതയാണ്. 2027 അവസാനത്തോടെയോ 2028 തുടക്കത്തിലോ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ഈ അന്തർവാഹിനി INS ചക്ര 3 എന്ന് പുനർനാമകരണം ചെയ്യപ്പെടും. ന്യൂസ് ഡെസ്ക് തത്വമയി TV.